മാംഗല്യം തന്തുനാനേന എന്ന സീരിയൽ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈശ്വരമംഗലത്ത് നിന്നും ഇറക്കിവിടുന്ന ഗൗതമിനോടും പാർവതിയമ്മയോടും നിധിയോടും സെക്യൂരിറ്റിക്കാരൻ പറയുന്നു, ഗൗതമില്ലാത്ത ഈ വീട്ടിൽ എനിക്ക് ജോലി വേണ്ട എന്ന്. ഇവിടെ തന്നെ നിൽക്കാൻ ഗൗതം അയാളോട് പറയുന്നു. എനിക്ക് പുതിയ ബിസിനസ് ഒക്കെയായിട്ട് ഞാൻ കൂടെ കൂട്ടാമെന്നും പറയുന്നു. മകളുടെ പഠിപ്പ് ഞാൻ ഏറ്റെടുത്തതാണല്ലോ, അതൊക്കെ ഞാൻ തന്നെ ചെയ്തു തരുമെന്നും ഗൗതം പറയുന്നു. ഈശ്വരമംഗലത്ത് നിന്ന് ഇറങ്ങി വരുന്ന ഗൗതം പറയുന്നു, എൻ്റെ കയ്യിൽ വീടില്ല, ബിസിനസ്സില്ല, വണ്ടികളില്ല, എന്തിന് ബാങ്ക് ബാലൻസ് പോലുമില്ല എന്ന് ഗൗതം പറയുമ്പോൾ, നമുക്കിനി പട്ടിണി കിടന്നാലും ഒന്നിൽ നിന്നും തുടങ്ങണം. ഗൗതമിന് അതിനുള്ള കഴിവുണ്ട്. ഒരു ഈശ്വരമംഗലം കമ്പനി പോയാലും അതിനിരട്ടി നമുക്കുണ്ടാക്കാം. അതിന് ഗൗതമിൻ്റെ കൂടെ ഞാനും 3 അമ്മമാരുമുണ്ട് എന്ന് നിധി പറയുന്നു. അവർ നേരെ പോകുന്നത് നിർമ്മലാമ്മയും നിധിയുടെ അമ്മയും അനിയനും താമസിക്കുന്നിടത്തേക്കാണ്. തൽക്കാലം ഞങ്ങൾക്ക് മറ്റൊരു വാടക വീട് കിട്ടുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഗൗതം പറയുന്നു. അതെന്തിനാണ് ഇനി മറ്റൊരു വാടക വീട്? ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടി താമസിക്കാമെന്ന് നിർമ്മലാമ്മ പറയുന്നു. എനിക്ക് വേണമെങ്കിൽ ആധാരമുണ്ടാക്കിയതിന് പ്രണവിനെ ജയിലിലാക്കാമായിരുന്നു എന്ന് ഗൗതം പറയുമ്പോൾ, എന്തിനാണ് നീ അങ്ങനെ ചെയ്യാതിരുന്നത്? ചതിയിൽ കൂടി സ്വത്ത് തട്ടിയെടുത്ത് അവൻ ജയിലിൽ കിടക്കണമായിരുന്നു എന്ന് പാർവതിയമ്മയും പറയുന്നു. സ്വത്തൊക്കെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് പ്രണവും ശിവാനിയും. വീടിൻ്റെ ആധാരം മാത്രം ഗൗതം പാർവതിയമ്മയുടെ കാലശേഷം മാത്രമാണ് പ്രണവിൻ്റെ പേരിൽ കൊടുത്തത്. വേണമെങ്കിൽ അവിടെ നിന്നും പാർവതിയമ്മയ്ക്ക് പ്രണവിനെയും ശിവാനിയെയും വസുന്ധരയെയും പുറത്താക്കാമായിരുന്നു. പക്ഷേ അവരത് ചെയ്യാതെ ഗൗതമിൻ്റെ കൂടെ പോവുകയായിരുന്നു. എല്ലാ ആധാരങ്ങളും സ്വന്തം പേരിലായത് കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന പ്രണവ് അന്ന് ഈശ്വരമംഗലത്തൊരു പാർട്ടി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതിനായി CKCയെയും ജ്യോതിർമയെയും വിളിക്കുന്നു. വസുന്ധരയെ എങ്ങനെയും അവിടെ നിന്ന് പുറത്താക്കണമെന്നാണ് ശിവാനിയുടെ കണക്കുകൂട്ടൽ. എല്ലാത്തിനും നിധിക്കും ഗൗതമിനുമെതിരെ CKCക്ക് കൂട്ടുനിന്ന അവർക്കുള്ള ശിക്ഷ ഇതുതന്നെയാകുമെന്ന് ആദ്യമേ അറിയാമായിരുന്നു. ശിവാനി പ്രണവിനോട് അതേക്കുറിച്ച് പറയുന്നത് വസുന്ധര കേൾക്കുന്നു. ശിവാനി പ്രണവിനോട് പറയുന്നു, ഇന്നു മുതൽ ഞാനാണ് ഇവിടുത്തെ റാണിയെന്ന്. ഇത് കേട്ടുവരുന്ന വസുന്ധര പറയുന്നു, നീ റാണിയാണെങ്കിൽ ഞാൻ മഹാറാണിയാണെന്ന്. അത് കേട്ടതും ശിവാനിയുടെ മുഖമാകെ ദേഷ്യത്തിലാകുന്നു. CKCയെങ്കിലും ജ്യോതിർമയി ആൻറ്റിയും കൂടി പ്രയത്നിച്ചിട്ടാണ് ഗൗതമിൽ നിന്നും പ്രണവിന് സ്വത്തൊക്കെ കിട്ടിയതെന്ന് ശിവാനി പറയുന്നു. ഗൗതം സ്വന്തം ഇഷ്ടപ്രകാരം എഴുതിക്കൊടുത്ത സ്വത്തുക്കൾ CKC വാങ്ങിക്കൊടുത്തതാണെന്നാണ് ശിവാനിയുടെ പുതിയ കണ്ടെത്തൽ. ശിവാനി വസുന്ധരയെ തള്ളിപ്പറയുന്നത് കേട്ട വസുന്ധര മനസ്സിൽ പറയുന്നു, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ശിവാനി. ഞാൻ ഗൗതമിൽ നിന്നും നിധിയിൽ നിന്നും ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തി CKCക്ക് പറഞ്ഞു കൊടുത്തതുകൊണ്ട് മാത്രമാണ് CKCക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞതെന്ന് വസുന്ധര ശിവാനിയോട് പറയുന്നു. നീ ആരോടാണ് കളിക്കുന്നതെന്ന് അറിയാൻ പോകുന്നേ ഉള്ളൂ ശിവാനി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വസുന്ധരയും നിൽക്കുന്നു. ശിവാനിയെ ഇത്രയും ദുഷ്ട സ്വഭാവമാക്കി മാറ്റിയ അവളുടെ ദുഷ്ടയായ അമ്മ എല്ലാ സ്വത്തുക്കളും പ്രണവിൻ്റെ പേരിൽ കിട്ടിയതറിഞ്ഞ് ഈശ്വരമംഗലത്ത് താമസത്തിനായി വരുന്നു. അതിനുള്ള കാരണം പറയുന്നത് ശിവാനിയുടെ അച്ഛൻ വീട്ടിൽ നിന്നും പുറത്താക്കിയത്രേ. അവരുടെ പേരിലുള്ള വീട്ടിൽ നിന്നും അച്ഛൻ പുറത്താക്കിയെന്ന് നുണ പറയുന്നു. ശിവാനിയുടെ അമ്മ അവിടെ താമസിക്കരുതെന്ന് വസുന്ധര പറയുന്നു. നിധിയുടെ അമ്മയെ നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ നിധി ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലല്ലോ. മറ്റൊരു വാടക വീടെടുത്ത് അവരെ താമസിപ്പിക്കുകയല്ലേ ചെയ്തത്. കുറച്ച് ദിവസം കഴിഞ്ഞ് വാടക വീടെടുക്കാമെന്ന് പ്രണവ് പറയുന്നു. അതുവരെ അവർ ഇവിടെ താമസിക്കട്ടെ. എന്നാൽ ശിവാനി പ്രണവിനെ സ്വാധീനിച്ച് സ്വത്തൊക്കെ അവളുടെ പേരിലാക്കാനാണ് പുതിയ പദ്ധതി. സ്വത്തൊക്കെ കിട്ടിയ സന്തോഷത്തിൽ പ്രണവ് നടത്തുന്ന പാർട്ടിയിൽ ശിവാനി നിധിയെ വിളിച്ചു പറയുന്നു, ഈശ്വരമംഗലം കമ്പനിയുടെ പേര് മാറ്റി ശിവാനി എന്നാക്കുമത്രേ. വസുന്ധര ആൻറ്റിക്കും അവകാശമുള്ളതുകൊണ്ട് അത് നടക്കുമോ എന്ന് നിധി പരിഹാസ രൂപത്തിൽ ചോദിക്കുന്നത് വസുന്ധര കേൾക്കുന്നു. ശിവാനിയും വസുന്ധരയും തമ്മിൽ തെല്ലുന്ന സമയം നോക്കി CKCയും ജ്യോതിർമയും ഇതൊക്കെ സ്വന്തം പേരിലാക്കും. വീഡിയോ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.